വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ എഴുന്നേൽക്കാറ്. എഴുന്നേറ്റ് നേരെ ഫ്രഷായി ചേഞ്ച് ചെയ്തിട്ട് ഞാൻ നേരെ പോവുക കിച്ചണിലേക്കാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പുട്ടും ചെറുപയർ കറിയായിരുന്നു ഉണ്ടായിരുന്നത്. നാട്ടിൽ വരുമ്പോഴും അല്ലെങ്കിൽ പുറത്തുനിന്ന് റെസ്റ്റോറൻറ്റിൽ വാങ്ങിക്കുമ്പോഴാണ് ഞാനിത് കഴിക്കാറ്. എനിക്ക് പുട്ടും ചെറുപയർ കറിയൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. അതൊക്കെ പഠിക്കണം എന്നുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാനിങ്ങനെ പഠിച്ച് വരുന്നേ ഉള്ളൂ. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ പോയിട്ട് ഗേറ്റൊക്കെ ഓപ്പൺ ചെയ്തിട്ടു. ഇന്നത്തെ കുറച്ചൊരു മൂടി കിട്ടിയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ്. എന്തോ എനിക്ക് ഇങ്ങനത്തെ കാലാവസ്ഥ ഇഷ്ടമാണ്. ചെറിയൊരു മഴയൊക്കെ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സാധനത്തിന് കണ്ടോ, ഇത് പച്ചത്തുള്ളൻ എന്നാണ് കേട്ടോ ഇതിന് ഞങ്ങൾ പറയുക. ഇത് നമ്മളെ വീട്ടിലേക്ക് വന്നാൽ, നമ്മളെ അടുത്തേക്കൊക്കെ വന്നാൽ നമുക്ക് ഇത് പൈസ അട്രാക്ട് ചെയ്യുന്നതാണ് പറയുക. അപ്പം ഞാനതിനെ വീട്ടിൽ ലോക്കാക്കിയിട്ടു. എന്നിട്ട് ഞാൻ നേരെ മേലേക്ക് പോയിട്ട് എനിക്കൊരു ചെറിയൊരു ഓൺലൈൻ ബിസിനസ് ഉണ്ട്. ഹൈബിസ്കസ് എന്നാണ് പേര്. അതിൽ നമ്മൾ പുതിയതായിട്ട് ജ്വല്ലറി കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. മുന്നേ നമ്മൾ ക്ലോത്തിങ് മാത്രമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് ഇങ്ങനത്തെ കുറച്ച് ബോക്സസ് വാങ്ങിച്ചിട്ടുണ്ട് ജ്വല്ലറി പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ബോക്സസൊക്കെ ഇന്നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ സോർട്ട് ചെയ്തിട്ട് മര്യാദയ്ക്ക് എടുത്ത് വെക്കുകയായിരുന്നു. പിന്നെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് നമ്മുടെ ഹൈബിസ്കസിലെ ജ്വല്ലറി കളക്ഷൻസ് കൂടെ കാണിച്ചു തരാം. ഓണമൊക്കെ വരികയല്ലേ, അപ്പോൾ ഓണത്തിന് സ്യൂട്ടബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഇത്. വളരെ അഫോർഡബിൾ റേറ്റിലാണ് ഞാനിത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വാട്സപ്പിലൂടെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ ഞാൻ ഇവിടെ വാട്സപ്പ് നമ്പർ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിലൂടെ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ വിത്തിൻ 1 to 2 ഡേയ്സിൽ തന്നെ സാധനങ്ങളൊക്കെ ഡിസ്പാച്ച് ചെയ്യുന്നതാണ്. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കയ്യിൽ സാധനമൊക്കെ കിട്ടുന്നതാണ്. അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ഞാൻ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചു. നാട്ടിൽ വന്ന എൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ അതൊക്കെ പോയിട്ട് ചെയ്യുമായിരുന്നു. കുറച്ച് പ്ലാന്റ്സേ ഇപ്പോൾ ഉള്ളൂ. മുന്നേ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് കാലം ഇവിടെ ഉണ്ടായിരുന്നില്ല, UAE ആയിരുന്നില്ല, പിന്നെയല്ല ഇങ്ങോട്ടേക്ക് മാറിയതൊക്കെ. അപ്പോൾ അതിന് ശേഷം അമ്മ വീണ്ടും സെറ്റാക്കി കൊണ്ടുവന്ന അമ്മയുടെ ചെറിയൊരു കളക്ഷനാണ് ഈ പ്ലാന്റ്സൊക്കെ. എനിക്കിപ്പോൾ ചെറുതായിട്ട് ഇതൊക്കെ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മുന്നേ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. മുന്നേ ഞാനും അച്ഛനും എപ്പോഴും അടിയായിരുന്നു. ഇങ്ങനെ അച്ഛൻ പറയും ചെടിക്ക് വെള്ളം നനയ്ക്കുക എന്നുള്ളത്. അപ്പം അതിൻ്റെ പേരിലൊക്കെ വഴക്കുണ്ടാക്കുമായിരുന്നു. എനിക്ക് മടിയായിരുന്നു. അപ്പോൾ ഇപ്പം എനിക്കതൊക്കെ ചെയ്യാനൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് ഞാനിതൊക്കെ ചെയ്യുന്നത്. പിന്നെ അമ്മ എനിക്കൊരു ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അത് കുടിച്ചു. പിന്നെ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു ആമസോണിൽ നിന്ന്. ബോക്സൊക്കെ വലിയ ബോക്സ് ആണെങ്കിൽ ആകെ 2-3 ചെറിയ ഐറ്റംസ് ഒക്കെയാണ് ഇതിൽ ഉണ്ടാവാറുള്ളൂ. ഇത് ഞാൻ ടിഷ്യൂ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബ്രാൻഡിൻ്റെ ടിഷ്യൂ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ, ഫേഷ്യൽ ടിഷ്യൂ ഒക്കെ. അപ്പം അതായിരുന്നു. പിന്നെ ഓട്സ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഷാമ്പു കൂടെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ പുതിയതായിട്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച ഷാമ്പു ആണ്. പിന്നെ ഇതൊരു റോസ്റ്റഡ് ഹേസൽനട്ട് സിറപ്പാണ്. ഐസ്ഡ് കോഫിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതുമായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചാണ്. ട്രൈ ചെയ്ത് നോക്കണം, നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. ലഞ്ച് സ്പെഷ്യലായിട്ട് ഇന്ന് ചോറും പപ്പടവും സാമ്പാറായിരുന്നു. സാമ്പാർ എൻ്റെ അമ്മയമ്മ എനിക്ക് വേണ്ടിയിട്ട് കൊടുത്തു വിട്ടായിരുന്നു. പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ചെറിയൊരു മഴയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ടൈം. ഇങ്ങനെ മഴയൊക്കെ കഴിഞ്ഞ് മഴത്തുള്ളികളൊക്കെ ഇല്ലേ, അതൊക്കെ ഇങ്ങനെ വീഴുന്ന കാണാനൊക്കെ ഞാനിങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് അതൊക്കെ കാണും. അതിൻ്റെ കൂടെ ഒരു പഴംപൊരിയും കൂടിയും കിട്ടിയാൽ ഗംഭീരം. അമ്മ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പോയി കുളിച്ച് ഫ്രഷായി. എനിക്ക് നാട്ടിൽ വന്ന ഏറ്റവും കൂടുതൽ ഇഷ്ടം വീട്ടിൽ വെറുതെ ഇരിക്കാനും പിന്നെ എനിക്ക് അമ്പലങ്ങളിൽ പോകാനാണ്. ലാസ്റ്റ് നാട്ടിൽ വന്നപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായി എപ്പോഴും അമ്പലത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് എവിടെയും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മളിന്ന് ശ്രീ പിശാരികാവ് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഈ കമ്മൽ കണ്ടോ, എൻ്റെ ബ്രാൻഡിൽ നിന്നുള്ള കമ്മലാണ് കേട്ടോ. അപ്പം ഞാൻ സാരിയൊക്കെ ഇട്ട് റെഡി ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. മഴ ഇങ്ങനെ ചെറുതായിട്ട് ഇടയ്ക്ക് വന്നും പോയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് ഭയങ്കര പ്ലസൻ്റ് ആയിരുന്നു. എനിക്ക് ഇങ്ങനത്തെ ക്ലൈമറ്റും ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ്. എനിക്കെല്ലാം ഭയങ്കര ചെറിയ മൊമെൻറ്റ്സൊക്കെ എന്നെ ഒരുപാട് ഹാപ്പി ആക്കാൻ പറ്റും കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ കാണും ഈ ഒരു അമ്പലത്തിലേക്ക്. അവിടെ എത്തി ഞാൻ പണ്ട് മുതലേ വരുന്ന ഒരു അമ്പലമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാൻ വേണ്ടിയിട്ട്. സന്ധ്യ ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ദീപങ്ങളൊക്കെ ഇങ്ങനെ കൊളുത്തുന്നുണ്ടായിരുന്നു. അമ്മ നേരെ പോയിട്ട് വഴിപാട് കഴിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ നോക്കുകയായിരുന്നു. അപ്പം ഞാൻ പോയിട്ട് ദീപം തെളിയിച്ചു. എനിക്കിത് ഫസ്റ്റ് എൻ്റെ ലൈഫിൽ കിട്ടിയ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ. എനിക്കിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കാര്യമുള്ളതാണ്. അപ്പോൾ എനിക്കിങ്ങനെ കത്തിക്കാൻ പറ്റിയതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തന്നൊരു കാര്യമാണ്. പിന്നെ എനിക്ക് ദീപാരാധന കൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതും എനിക്ക് ഇതുവരെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും നല്ല മഴയായിരുന്നു. ഞങ്ങൾ ചന്ദനവും പിന്നെ നമുക്ക് പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ വീട്ടിലെത്തി ഞാൻ എൻ്റെ ഹെയർ നോക്കുകയായിരുന്നു. ഇങ്ങനെ കുളി കഴിഞ്ഞ് ഇങ്ങനെ കെട്ടിവെച്ചത് കൊണ്ടാണെന്ന് അറിയില്ല, നല്ല രസത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ നോക്കിയായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഹെയർ അത്ര ഇഷ്ടമല്ല. ഇപ്പം എൻ്റെ ഹെയർ നല്ല ഹെയർ ആയിട്ടുണ്ട്.
കാരണം നന്നായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്, അതുപോലെ തിക്നെസ് ഒക്കെ കൂടുന്ന പോലെയൊക്കെ ഉണ്ട്. അതിനുശേഷം ഞാനിത് ആ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യുകയാണ്. എന്നിട്ട് ചെറിയൊരു സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. പുതിയതായിട്ട് ഞാൻ വാങ്ങിച്ചൊരു ലിപ് സ്ക്രബാണ് കേട്ടോ ഇത്. അപ്പോൾ അത് ഞാൻ ട്രൈ ആക്കി നോക്കുമായിരുന്നു. എൽഫ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ആണ്. പിന്നെ അത് ആ സ്കിൻ കെയറിലേക്ക് കിടക്കുകയാണ്. ഞാൻ ചെറിയ മിനിമൽ പ്രൊഡക്ട്സ് മാത്രമേ ഇപ്പോൾ നൈറ്റിൽ യൂസ് ചെയ്യുന്നുള്ളൂ. പ്രൊഡക്ട്സിൻ്റെ ലിങ്ക്സൊക്കെ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ആമസോണിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്, എല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം ലിപ് ബാം കൂടെ ഇട്ടിട്ട് ഞാനിനി പോയിട്ട് കിടന്നുറങ്ങാൻ പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.